പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വചനധ്യാനം 138 സങ്കീർത്തനം 7 വാക്യം. ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടെ നടന്നാലും യഹോവ എന്നെ ജീവിപ്പിക്കും. യഹോവ എൻ്റെ ശത്രുക്കളുടെ നേരെ കൈനീട്ടും. അവൻ്റെ വലം കൈ പിടിച്ചെന്നെ നടത്തും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഒരു ഭക്തൻ്റെ ദൃഢനിശ്ചയം, ദൈവത്തോടുള്ള അവൻ്റെ ഉറപ്പ് ആണ് ഈ 4 വാക്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ശത്രുക്കളുടെ നേരെ കൈനീട്ടുകയും കഷ്ടതയിൽ കൂടെ നടക്കുമ്പോൾ ജീവിപ്പിക്കുകയും വിടിവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം, ആ കർത്താവിൽ ആശ്രയിക്കുന്ന ഏതൊരു ഭക്തനെയും മാനിക്കുകയും ആദരിക്കുകയും വിടിവിക്കുകയും എനിക്ക് വേണ്ടി അവൻ സമാപ്തി വരുത്തുകയും ചെയ്യുമെന്ന് ഉറപ്പോടെ പറയുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഈ യഹോവയായ ദൈവം അനവധി അനുഗ്രഹങ്ങളെ ചെയ്തു കൊടുത്ത അനുഭവത്തിൽ നിന്ന് പറയുന്നതായ ദൈവീയ വചനങ്ങളാണ്. ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് അടുത്തു വന്നു. എനിക്ക് സൗഖ്യം തരണം, എൻ്റെ മകൾ രോഗിയാണ്, അവൾക്ക് സൗഖ്യം ലഭിക്കണമെന്ന ആഗ്രഹവുമായി യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു കനാന്യ സ്ത്രീക്ക് കൊടുക്കുന്ന മറുപടി, ഞാൻ എൻ്റെ അപ്പത്തെ മക്കൾക്ക് കൊടുക്കുവാനായി വന്നിരിക്കുന്നു, അത് നായ്ക്കുട്ടികൾക്ക് ഞാൻ കൊടുക്കയില്ല എന്നുള്ള ഒരു മറുപടിയാണ് ആദ്യം കനാന്യ സ്ത്രീക്ക് ലഭിക്കുന്നത്. എന്നാൽ അന്യജാതിക്കാരിയാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വിടുതലിനെ മനസ്സിലാക്കി അവൾ യേശുവിൻ്റെ അടുക്കൽ തന്നെ നിന്നു. അവൾ പറയുന്നു, അപ്പാ, നീ കടന്നു വന്നത് മക്കൾക്ക് വേണ്ടിയാണെങ്കിലും അവർക്ക് കൊടുക്കുവാനുള്ള അപ്പം അവർ തിന്നു ശേഷിപ്പിച്ച കഷ്ണങ്ങൾ മേശക്കീഴിൽ വീഴുമല്ലോ, അത് നായ്ക്കൾ കഴിക്കുന്നില്ലയോ? വളരെ ആഗ്രഹത്തോടെ അവൾക്കൊരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവൾക്ക് യേശു പറഞ്ഞതായ തടസ്സങ്ങളെയോ സാഹചര്യങ്ങൾ അനുവദിക്കുന്ന തടസ്സങ്ങളെയോ അവൾക്ക് വിഷയമല്ല. ഏതു വിധേനയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനുള്ള ആഗ്രഹം, ക്രിസ്തുവിലുള്ള എവിടെ ആശ്രയം, മറ്റെന്തെല്ലാം പറഞ്ഞ് പിന്തിരിപ്പിക്കുവാൻ നോക്കിയാലും എനിക്കിത് അത്യന്താപേക്ഷിതമായ ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കി ആ സഹോദരി യേശുവിൻ്റെ അടുക്കൽ നിന്നപ്പോൾ, മകളെ, ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ കൂടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ആ നാഴികയിൽ അവളുടെ മകൾക്ക് സൗഖ്യമുണ്ടാകുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൃഢനിശ്ചയം, നമ്മുടെ ദൈവത്തോടുള്ളതായ ആശ്രയം പൂർണ്ണമാണെങ്കിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇവിടെ യാതൊരു വിലയുമില്ല. കർത്താവായ യേശു ക്രിസ്തു സകല മാനവജാതികളുടെയും സകല മനുഷ്യരുടെയും വിടുതലിനായി, രക്ഷയ്ക്കായി, രോഗസൗഖ്യത്തിനായി, ശാപങ്ങളെ നീക്കുവാനായി കടന്നു വന്നിരിക്കുന്ന കർത്താവ്. അവൻ്റെ അടുക്കലേക്ക് ഉറപ്പോടും ധൈര്യത്തോടും ദൃഢനിശ്ചയത്തോടും കടന്നു ചെല്ലുന്നുവെങ്കിൽ എനിക്ക് വിടുതൽ ലഭിക്കും, എനിക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവമാണ് യേശു എന്ന് മനസ്സിലാക്കി ഈ ക്രിസ്തുവിൽ ചാരുവാൻ, ഈ ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ നാം മുതിരുന്നുവെങ്കിൽ, നാം മനസ്സ് പുതുക്കുന്നുവെങ്കിൽ, ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം കാണുവാൻ കഴിയും. അതല്ല, നിങ്ങൾ യേശു ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കുന്ന ഒരു ദൈവഭക്തനാണ്, ഇന്ന് നിങ്ങൾ കഷ്ടതയുടെ നടുവിൽ നടക്കുന്നുവെങ്കിൽ, വളരെ വേദനയോടെ ബെഡ്രിഡനായി കിടക്കുന്ന ഒരു രോഗിയായിരിക്കാം, ഏതെങ്കിലും മനോഭാരത്താൽ വല്ലാതെ കലങ്ങിയിരിക്കുന്ന ഒരു അനുഭവമായിരിക്കാം. യേശു കർത്താവിൻ്റെ വചനം ഇന്ന് പകൽക്കാലം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവമാണ്. ആകയാൽ വിശ്വസിക്കുക, ഈ കർത്താവിൽ തന്നെ ആശ്രയിക്കുക. യഹോവ ശത്രുക്കളുടെ നേരെ കൈനീട്ടും, ബലമുള്ള കൈകൊണ്ട് നമ്മെ വിടുവിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൽ ആശ്രയിക്കുവാൻ പൂർണ്ണമായി മനസ്സ് വെക്കുന്നുവെങ്കിൽ, അല്പം ക്ഷമയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ, ഈ ക്രിസ്തുയേശുവിൻ്റെ പാദപീഠത്തിൽ തന്നെ നിൽക്കുവാനുള്ള ഒരു ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ നിശ്ചയമായും ഒരു വിടുതൽ പ്രാപിപ്പാൻ കഴിയും. രോഗസൗഖ്യമാണോ, സമാധാനമാണോ, അതേ ജീവിതത്തിൽ എന്താണ് നിങ്ങളുടെ ആവശ്യം? നിങ്ങളുടെ തലമുറകളുടെ വിടുതലുകളാണോ, നിങ്ങളുടെ ഏതെങ്കിലും ആത്മീയമായ വിഷയമാണോ, ഭൗമിക വിഷയമാണോ, എന്ത് വിഷയത്തിലും മറുപടി കർത്താവിലുണ്ട്. ഈ യേശു ക്രിസ്തു സകലത്തിനും മതിയായവൻ. അവൻ അത്ഭുതകരമായി തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സകലതും ചെയ്തു കൊടുക്കുന്ന ദൈവം. ഇത്ര മഹാനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ഇത്ര മഹാനായ ദൈവത്തിൽ ആശ്രയിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് ബലം നൽകും. ഈ ദൈവത്തിൽ ആശ്രയിക്കുക. ആമേൻ.